യൂറോപ്പിനോട് യുദ്ധത്തിന് തയ്യാറാകാൻ ആവശ്യപ്പെട്ട് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിൾ നമുക്ക് സമാധാനമാണ് വേണ്ടതെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുകയാണ് വേണ്ടതെന്നും അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം റഷ്യ യുദ്ധത്തിൽ വിജയിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ പരാജയമാണെന്നും അതിനാൽ യൂറോപ്പിന് സമാധാനമാണ് ആവശ്യമെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുകയാണ് വേണ്ടതെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പറഞ്ഞത് വലിയ ചർച്ച ആയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റും യൂറോപ്പിനോട് യുദ്ധത്തിന് തയ്യാറാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. റഷ്യ ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ യൂറോപ്പ് യുദ്ധസമ്പദ് വ്യവസ്ഥയിലേക്ക് മാറണമെന്നും പ്രതിരോധം ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വന്തം സുരക്ഷയുടെ ഉത്തരവാദിത്വം യൂറോപ്പ് തന്നെ ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയെ തടഞ്ഞു നിർത്താൻ ഉക്രൈനെ സഹായിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉക്രൈന് യുദ്ധഭൂമിയിൽ അത്യാവശ്യമായിട്ടുള്ളതെല്ലാം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അടുത്തത് നമ്മളായിരിക്കും. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആയുധ നിർമ്മാണത്തിൽ 50% വർധനവാണ് യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും ചാൾസ് മൈക്കിൾ പറഞ്ഞു. യൂറോപ്പ് ഉക്രൈന് നൽകുന്ന സഹായത്തിൽ 5 ബില്യൺ യൂറോയുടെ വർധനവ് വരുത്തിയതിന് പിന്നാലെയായിരുന്നു യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ്. നിലവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികളും യുദ്ധത്തിന് തയ്യാറെടുക്കുവാൻ പരസ്പരം ആഹ്വാനം നൽകുമ്പോൾ ലോകത്തിൽ മറ്റൊരു മഹായുദ്ധത്തിന്റെ ആശങ്ക പടരുകയാണ്.